ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പുതിയ തുടക്കമാണ്, ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ആ ഒരു ഭയത്തെയൊക്കെ മറികടന്ന് നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. ഒരു പുതിയ വഴിയിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പോകുന്നുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതായത് എന്തും വരട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പാസ്റ്റിലുള്ള നിങ്ങളുടെ ആ ഒരു സംശയങ്ങൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ ചുവട് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ മറ്റാൾക്കാരെ വിശ്വസിക്കുന്നതിനേക്കാളും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഒരു പുതിയ തുടക്കം ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ചാരിറ്റ് ആണ്. അപ്പോൾ ചാരിറ്റ് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, വിക്ടറി ആണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് ട്രാവലിനെ കുറിച്ചായിരിക്കാം. നിങ്ങളിവിടെ ട്രാവൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി കൂടുതലായിട്ടും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചൊരു സമയത്ത് ആ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു ഓവർ തിങ്കിങ് ആയിരിക്കാം. ചിലപ്പോൾ വിസയൊക്കെ വരാനൊക്കെയുള്ളൊരു താമസം കൊണ്ടുള്ള ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാം. അങ്ങനെ പലതും നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതുമാകാം. അപ്പോൾ ആ ഒരു സ്ട്രഗിളിന് ശേഷം നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൺട്രോള് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ഒരു വ്യക്തത തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്കതിൽ നിന്നും മാറിപ്പോകാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ വിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സഹായം വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ, ആ ഒരു കരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. വിക്ടോറിയൻ സക്സസ് ആണ് ഈ ഒരു ചാരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളെയും ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട വഴി എന്താണ് അത് കൃത്യമായിട്ട് ഈ ഒരു സമയം മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ ചില ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരും. നിങ്ങളെപ്പോലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു ചേഞ്ച്, നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു കൺട്രോള് നിങ്ങൾ തിരിച്ച് പിടിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ 4 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ
ഇത് നിങ്ങൾ കുറച്ച് സമ്പാദിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. ഒരുപാട് ചിലവാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യണം എന്നൊരു തീരുമാനമൊക്കെ എടുക്കുമെന്നുള്ളതാണ്. പൈസയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കാതെ ഒന്ന് സമ്പാദിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടാവണം നിങ്ങൾ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെപ്പറ്റി നിങ്ങളിപ്പോൾ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ പൈസ ചിലവാക്കേണ്ടതുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. പൈസ എന്ന് പറയുന്നത് എല്ലാ സമയവും നമ്മളിലേക്ക് വരണം എന്നില്ല. നമ്മൾ ആ ഒരു പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതൊരു വലിയ കാര്യമാണ്. നമ്മൾ നന്നായിട്ടല്ല അത് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വിട്ടിട്ട് പോകും. അപ്പോൾ ഇവിടെ കുറേയധികം ആളുകളും പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പൈസ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ ഉള്ളതിനനുസരിച്ച് അവരെ സഹായിക്കുക. കാരണം ഈ ഒരു പൈസ നിങ്ങളിലൂടെ അവരിൽ എത്തണം എന്നാണ്. ഈ പൈസ നിങ്ങൾക്ക് അതിനു വേണ്ടിയാണ് നിങ്ങളിലേക്ക് ദൈവം തരുന്നത്. നിങ്ങളിലൂടെ ഇവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക. നമ്മളിലൂടെ മറ്റാരെങ്കിലും ഒന്ന് രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടായാൽ അവരെ കൂടി ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പൈസയെക്കുറിച്ചൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ പൈസയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളിവിടെ സമ്പാദിക്കണം എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 7 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറച്ചൊന്ന് അവെയർ ആയിരിക്കണം എന്നാണ്. ഇതിൽ നമ്മൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കൊരു ചീറ്റിങ് അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ഒന്ന് ട്രാപ്പിലാക്കാനോ ഒക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രൊട്ടക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ച് സറണ്ടർ ചെയ്ത് കൊടുക്കുക. അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഈ സമയം നിങ്ങൾ മസ്റ്റായിട്ടും അത് പറയണം. കാരണം മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അത് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഇവിടെ 4 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു സെലിബ്രേഷൻ്റെയൊക്കെ ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ടോ ഒക്കെയുള്ളൊരു കൂടിച്ചേരലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ടുള്ള ആ ഒരു ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല കുറേ ആൾക്കാർക്കും നിങ്ങൾ കുറേ കാലം പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഉൾവലിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊന്ന് തോന്നും ഒന്ന് പുറത്തിറങ്ങണം, അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ ആൾക്കാർക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നൊരു വാർത്ത, നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്നൊരു വാർത്ത ഈ സമയം കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം നിങ്ങൾ പുറത്തു പോയി എൻജോയ് ചെയ്യുന്നൊരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്സവങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന വിധത്തിൽ നിങ്ങൾ എന്തൊക്കെയോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ്. ഇത് ചില ആളുകൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ പോകണ്ട എന്ന് വിചാരിച്ചതാവാം. പക്ഷേ നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ
എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളെ കാണാനും അവരുമൊത്ത് സമയം ചിലവഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് എന്ത് കാര്യമാണോ കിട്ടാത്തത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു കാര്യമാവാം, അതിൽ മാത്രമാണ് നിങ്ങളിൽ ചില ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ദൈവം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് വഴികൾ ദൈവം തുറന്നു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വഴിയെ പോകൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളത് കാണാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്. അതെന്തുകൊണ്ടെന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങളിൽ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് ചില റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെ ഓർത്താവാം, ആ ഓർമ്മകളാവാം. അപ്പോൾ നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്ന ആ ഒരു അനുഭവം അത് വളരെ വലുതാവാം. അതുകൊണ്ടാവാം അതിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാത്തത്. പക്ഷേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ നഷ്ടപ്പെടലിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാകൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെടലുകൾ വന്നുകൊണ്ടേയിരിക്കും. സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തെയും മാനേജ് ചെയ്യാൻ നമുക്കെപ്പോഴും പറ്റണം. എന്തു വന്നാലും അതിൽ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയാൽ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും ഒന്നും തന്നെ സ്ഥായിയായിട്ടുള്ളതല്ല. അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റമില്ലാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളൊന്നും നമ്മളുടേതല്ല. അതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് പോയത്. ഇതെല്ലാം എൻ്റേതാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരുപാട് വിഷമങ്ങളിലൊക്കെ ഇപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്നൊരു മെസ്സേജ്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങളെ പോലും ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരുന്നിരിക്കാം. ഇവിടെ 7 ഓഫ് സോർട്സ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണിവിടെ. അത് കുടുംബത്തിന് വേണ്ടിയാകാം. പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപാട് അധ്വാനിച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത് ചില വ്യക്തികളിൽ നിന്നും കടുത്ത മാനസിക വിഷമങ്ങളും ചതിയും കുറ്റപ്പെടുത്തലുകളും മാത്രമാകാം. ഇവിടെ ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അത് അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇവിടെ 4 ഓഫ് വാൻഡ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. 4 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അതായത് ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല എന്ന് കരുതുന്ന ആൾക്കാർ അതൊക്കെ മാറി നിങ്ങളുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്ന് ഒരു തോന്നലൊക്കെ വരും. മാത്രമല്ല ഇതിൽ ചില ആൾക്കാർ ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ചേരുന്നൊരു എനർജി കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കരുത്. നിങ്ങളിവിടെ കുറേ ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാനും അവരോടൊപ്പം സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം ചില ആളുകൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ പലതരത്തിലുള്ള ആഘോഷ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഇതിൽ കുറേ ആളുകളും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച്
നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുകയും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾ കുറേ ആളുകളും ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തു തീർക്കണം എന്ന് വിചാരിച്ച് നിങ്ങളങ്ങനെ പല കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ആ ഒരു കാര്യം മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും അധ്വാനിച്ചിട്ടുണ്ടാവാം, കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ മറ്റുള്ളവർ അതിൻ്റെ പേരെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ പറ്റുകയും ഒക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതിൽ കൂടി ഒരുപാട് വിഷമത്തോടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടിയ അംഗീകാരം അത് മറ്റൊരു വ്യക്തി തട്ടിയെടുത്തതുമാകാം. അത്തരത്തിലൊരു എനർജി ഉണ്ട്. അതോർത്ത് നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ചീറ്റിങ് നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ സമയം നിങ്ങൾ ഡിപ്പോസിറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു പേർപ്പസൊക്കെ ഒന്ന് റീഡ് ചെയ്യണം, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതൊരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെക്കുക. ചിലർക്ക് ഇവിടെ നിങ്ങൾ അത്രമേൽ വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് ഒരു ചീറ്റിങ് നേരിടേണ്ടി വന്നേക്കാം. അങ്ങനത്തെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് ഒരു ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പൈസയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ആ ഒരു കാര്യം കൈകാര്യം ചെയ്യുക. ചില ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പൈസയൊക്കെ തട്ടിയെടുക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായിട്ട് ആലോചിച്ച് അതിൽ കൂടുതലായിട്ടൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള വേർഷനിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറാൻ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് റോളിലേക്കൊക്കെ നിങ്ങൾ വന്നേക്കാം. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിലൊക്കെ നേതൃത്വം എടുക്കേണ്ടിയ ഒരു സാഹചര്യം വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി കംപ്ലീറ്റ്ലി മാറുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാറ്റിനും ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണിത്. ഈ ഒരു സമയം മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആളുകൾ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു അവസ്ഥ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നവർക്ക് സമ്മതിച്ചു തരേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഒരുപക്ഷെ ചില ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന ആ ഒരു വാക്കുകൾ ശരിയാണെന്നും നിങ്ങളുടെ പ്രവൃത്തികൾ ശരിയാണെന്നും ഒക്കെ ഓവറോൾ നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണെന്നുള്ള ആ ഒരു തോന്നലൊക്കെ അവർക്ക് വരുമെന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, എന്ത് മാറ്റങ്ങളാണ് പല കാര്യത്തിലും വരുത്തേണ്ടത്, അത്തരത്തിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിങ്ങളൊന്ന് ആലോചിച്ചെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഇവിടെ ഇമോഷൻസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നേയില്ല. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കലുമാണ്. എന്നാൽ മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ഒക്കെയുള്ളൊരു
എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണത്തിലേക്ക് പോകാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലവേഴ്സ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ നല്ലൊരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതായത് പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇതിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കുള്ള ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളതാണ്. ഈ സമയം അവരിൽ നിന്നും ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നല്ലൊരു ഓഫർ ഈ സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല പൈസയുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു യാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പ്രോപ്പർട്ടി വാങ്ങാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട് നോക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഹനം നോക്കാനായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു യാത്ര ചെയ്യുന്ന എനർജിയും ഇതിൽ കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഒരു ബിസിനസിൻ്റെ കാര്യം സംസാരിക്കാൻ പോകുന്നതുമാകാം. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പൈസയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു എന്തോ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഒരു യൗവനത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ആ ഒരു പ്രായത്തെ മറന്ന് നിങ്ങൾ ഇവിടെ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പൈസയാണ്. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും പൈസ വേണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വന്തമായിട്ട് നേടിയെടുക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മാത്രമല്ല പൈസയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിജയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ആളുകളുടെ അംഗീകാരം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു എനർജിയിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വിക്ടറിയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കത് നല്ല രീതിയിൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ ആളുകൾക്ക് മുന്നിൽ നിങ്ങളൊരു സ്റ്റാറായിട്ട് നിൽക്കുന്നെന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു വിജയം ഈ ഒരു സമയം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ടാലൻറ്റ് മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുമായി ചേർന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ എനർജി ലെവലുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങളുടെ വൈബ്രേഷനുമായി ഒരേ ലെവലായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അവരുമായിട്ടൊരു കൊളാബറേഷനൊക്കെ വരുന്നുണ്ട്. അതായത് സ്പിരിച്വൽ കൊളാബറേഷൻ ആയിരിക്കാം അത്. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാവാം. വർക്ക് വൈസ് ആയിരിക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും സന്തോഷം തരുന്നൊരു കാര്യം ഈ സമയം നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങളതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ നിങ്ങൾക്കിവിടെ സാധിക്കുമെന്നുള്ളതാണ്. 6 ഓഫ് വാൻസും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഒരു വിജയം
ഉറപ്പാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്, അതുപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയും ഉണ്ട്. ഇതിൽ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒരു ലോങ് ടേം ആയിട്ട് വേണ്ട ഒരു കാര്യം അത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. കുറേ ആൾക്കാർക്ക് വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹാപ്പി ന്യൂസ് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടതോ പൈസയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ നല്ല വാർത്തകൾ ഈ സമയം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചും നല്ലൊരു വാർത്ത ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളിലേക്ക് അത്തരത്തിൽ വരുന്നതുമാകാം. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പല വഴികൾ കൂടി നിങ്ങളിലേക്ക് പൈസ വരുന്നൊരു സാഹചര്യം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും പണം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലർക്ക് ഇതൊരു കുടുംബ സ്വത്തായിട്ടായിരിക്കാം, അത് പണമായിട്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വസ്തുവായിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമൃദ്ധി കൊണ്ടുവരുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം ചിലപ്പോൾ ഫിസിക്കലായിട്ട് മാത്രമായിരിക്കില്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം. അത്രയും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള പൈസ നിങ്ങളിലേക്ക് വരുമെന്നാണ്. ഇത് നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട പൈസയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പൈസ അതിനെ കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞ പൈസ അതൊരു പക്ഷേ നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം, ഇൻകം വരാം. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് ഈ പൈസ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ആവശ്യമില്ലാതെ ചിലവഴിച്ച് കളയാതെ, എന്നാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പൈസ ചിലവഴിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.